+1 അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. മെയ് 14 മുതൽ മെയ് 20 വരെയാണ് നിങ്ങളുടെ +1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഒന്നാമത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയയിൽ നിന്നോ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് കിട്ടും. ആ പ്രോസ്പെക്ട്സ് മൊത്തം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൽ മാനുവലായിട്ട് ഫിൽ ചെയ്യുക. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും അവർ തരും. ആ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. അത് മറന്ന് പോകരുത്. നമുക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുന്നത് നിങ്ങൾ +1 ജോയിൻ ചെയ്യുന്നവരെ നമുക്ക് ആ യൂസർ നെയിമും പാസ്വേഡും ആവശ്യമുണ്ട്. സോ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മെയ് 14 മുതൽ മെയ് 20 വരെയുള്ള ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, +1 അപ്ലൈ ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണം കൊണ്ട് മെയ് 20 ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇക്കൊല്ലം നിങ്ങൾക്ക് +1 പഠിക്കാനും സാധിക്കില്ല. അപ്പോൾ മെയ് 14 മുതൽ മെയ് 20 വരെയുള്ള ദിവസങ്ങളിൽ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അപ്ലൈ ചെയ്തിരിക്കണം. റീവാലുവേഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ഗ്രേഡ് കൂടുകയാണെങ്കിൽ ആ കൂടിയ ഗ്രേഡ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മെയ് 14 മുതൽ മെയ് 20 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങൾക്ക് +1 അറബി, ഹിന്ദി, മലയാളം, ഉറുദു, സംസ്കൃതം പോലെയുള്ള ലാംഗ്വേജുകൾ സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ആ സെക്കൻഡ് ലാംഗ്വേജിന് പ്രത്യേകം കൊടുക്കാനുള്ള ഓപ്ഷൻ ഈ അലോട്ട്മെന്റിൽ ഇല്ല. പകരം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ സ്കൂളിലുള്ള സെക്കൻഡ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള സെക്കൻഡ് ലാംഗ്വേജുകൾ ഏതൊക്കെയെന്നത് നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജ് ആ സ്കൂളിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അത് നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ ആദ്യം ഓപ്ഷനായി കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ എന്ത് ചെയ്യരുത്, ഓപ്ഷനായിട്ട് കൊടുക്കരുത്. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളും ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനായി കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ +1 അലോട്ട്മെൻറ്റ് 14 തീയതി മുതൽ 20 തീയതി വരെ നിങ്ങൾ ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ അവരുടെ അടുത്തൊരു മൊബൈൽ നമ്പർ നിങ്ങൾ ചോദിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന റീചാർജ് കഴിഞ്ഞു പോകാത്ത എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ആക്റ്റീവായ മൊബൈൽ നമ്പർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് +1 അഡ്മിഷൻ കിട്ടാതിരുന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും വരുത്തരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വെച്ചോ.